മൈഗ്രെയിൻ തലവേദന പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നാച്ചുറൽ റെമഡീസും കൊണ്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും. അതിലൊന്നാണ് കുക്കുംബർ ജ്യൂസ്. കുക്കുംബറിൽ 90% വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുകയും അതുവഴി തലവേദന കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചൂട് കൂടുമ്പോഴും മൈഗ്രെയിൻ അധികമാകാറുണ്ട്. കുക്കുംബർ ജ്യൂസ് നാച്ചുറലായിട്ടും ബോഡി കൂളായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നെർവ് റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും അതുവഴി മൈഗ്രെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. കുക്കുംബർ ജ്യൂസ് ഒരു നാച്ചുറൽ ഡീടോക്സ് ഡ്രിങ്ക് ആണ്. ഇതുവഴി കുക്കുംബർ ജ്യൂസ് ബോഡിയുടെ ടോക്സിൻസ് റിമൂവ് ചെയ്യുകയും അതുവഴി തലവേദനയുടെ ഫ്രീക്വൻസി കുറയ്ക്കുകയും ചെയ്യുന്നു. ആസിഡിറ്റി ഉള്ളവരിലും മൈഗ്രെയിൻ തലവേദന അധികമായി കാണുന്നുണ്ട്. ആസിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആൽക്കലൈൻ ഡ്രിങ്ക് ആണ് കുക്കുംബർ ജ്യൂസ്. എല്ലാ ദിവസവും വെറും വയറ്റിൽ കുക്കുംബർ ജ്യൂസ്, വെള്ളം ചേർക്കാതെ കുക്കുംബർ മാത്രം ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ആസിഡിറ്റി കുറയ്ക്കാൻ സാധിക്കും. മൈഗ്രെയിൻ കുറയ്ക്കാൻ ഒരു 3 പില്ലർ സൊല്യൂഷൻ ഉണ്ട്. അതിലൊന്ന് ലൈഫ് സ്റ്റൈൽ, രണ്ടാമത്തേത് ഡയറ്റ്, മൂന്നാമത്തേത് സ്ട്രെസ് കൺട്രോൾ. ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ പ്രധാനം കൃത്യമായ ഉറക്കം, കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, ചിട്ടയായ വ്യായാമം ഇതൊക്കെയാണ്. അതുപോലെ ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആസിഡിറ്റി കൂട്ടുന്നതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. അതുപോലെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. അതിനായി നല്ല പാട്ട് കേൾക്കാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാം. അങ്ങനെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക. പതിവായി മൈഗ്രെയിൻ വരുന്നവർ കുക്കുംബർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കുക. ഉച്ചയൂണിന് മുന്നേ 1 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷമോ കുക്കുംബർ ജ്യൂസോ കുക്കുംബർ സാലഡോ കഴിക്കാം. ഈവനിങ്ങിൽ കുക്കുംബർ, ഇഞ്ചി, മിൻറ്റ്, പുതിന ഇതൊക്കെ ഇട്ടിട്ട് ജ്യൂസാക്കി കുറച്ച് നാരങ്ങാനീരും ചേർത്തിട്ട് കുടിക്കുകയാണെങ്കിൽ ചായയ്ക്ക് പകരം ഈ ഒരു ജ്യൂസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതുവഴിയും നമുക്ക് മൈഗ്രെയിൻ കുറയ്ക്കാൻ സാധിക്കും. എപ്പോഴൊക്കെയാണോ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങുന്നത് ആ സമയങ്ങളിലൊക്കെ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ജ്യൂസാക്കി കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുക്കുംബർ മാത്രം പ്ലെയിൻ ജ്യൂസായിട്ട് കുടിച്ചാലും നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു സിവിയർ സ്റ്റേജിൽ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്യൂസ് കൊണ്ട് പ്രതിരോധിക്കാനായിട്ട് സാധിക്കില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമാണ് ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ആയിട്ട് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി മെക്കാനിസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കുംബർ ജ്യൂസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാം.